അപ്പോൾ 10 കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമ 20 കോടി കളക്ഷൻ നേടിയാൽ അതൊരു വിജയ ചിത്രമാണെന്ന് പറയാൻ കഴിയുമോ? സ്വാഭാവികമായും അതെ എന്നായിരിക്കും ഉത്തരം. എന്നാൽ യഥാർത്ഥത്തിൽ ഓൾ ഏരിയ ബ്രേക്ക് ഈവൻ മാർജിൻ ഷെയർ വൈസ് മറികടന്നാൽ മാത്രമേ ഇതിൽ ഇടപെട്ട പാർട്ടികൾക്കെല്ലാം അതൊരു ഹിറ്റ് സിനിമയാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പൊതുവെ തെലുഗു സിനിമ മീം പേജുകൾ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. കാരണം അവിടെ ഒരു സാധാ പ്രേക്ഷകൻ പോലും സിനിമാ പൈത്യമായതുകൊണ്ട് അവരനങ്ങിയാൽ ഗ്രോസ് ഷെയർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയുള്ളൂ. ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ ടാക്സി വാല എന്ന സിനിമയെ പറ്റിയുള്ള എന്റെ വീഡിയോയിൽ അതായിരുന്നു പുള്ളിയുടെ അവസാനത്തെ സോളിഡ് ഹിറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് കീഴെ ബ്രോ കിങ്ഡം ഒരു ഹിറ്റ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചില കമന്റുകൾ വന്നിരുന്നു. സോ അപ്പോൾ എനിക്ക് തോന്നി ഈ ഗ്രോസ് കളക്ഷൻ, നെറ്റ് കളക്ഷൻ, ഷെയർ, ബ്രേക്ക് ഈവൻ മുതലായ കാര്യങ്ങളെപ്പറ്റി മലയാളി പ്രേക്ഷകർക്ക് വലിയൊരു ധാരണയില്ല എന്ന്. അല്ല, ഒരു സാധാരണ പ്രേക്ഷകൻ ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. 100 രൂപ കൊടുത്ത് സിനിമ കാണുക, അതവിടെ വിടുക. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് അറിയാൻ താല്പര്യമുള്ളവരോടാണ്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രോസ് എന്താ, ഷെയർ എന്താ എന്നിവയൊക്കെ പറ്റിയുള്ള ടെക്നിക്കൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ചെയ്യുക. നമുക്കതൊരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അതല്ല, ഇതിനെപ്പറ്റി എനിക്ക് വൃത്തിയായി എഴുതാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ അതൊരു കമന്റാക്കി താഴെ ഇടുക.